ഹല്ലേലൂയ. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. അവിടുന്ന് നീതിയുടെ ദൈവമാണ്. അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിന്റെ മേൽ കരുണ വർഷിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. യേശുവേ, ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നു. യേശുവേ, ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നു. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മരിച്ചവനെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. കാരുണ്യവാനായ ഈശോയെ, ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏതവസ്ഥയിലായിരുന്നാലും അങ്ങയുടെ ഒരു വാക്കു മതി എൻ്റെ ജീവിതം മാറുവാൻ. നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഒരു മകളായി, ഒരു മകനായി അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന എൻ്റെ നല്ല ഈശോയെ, എൻ്റെ രോഗാവസ്ഥയിലേക്ക്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും, എൻ്റെ കുടുംബ പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ ഏകാന്തതയിലേക്ക് നീ കടന്നു വരണമേ. നിന്റെ സ്നേഹത്താൽ എന്നെ പൊതിയണമേ. ഞാൻ ഹൃദയം നുറങ്ങി വിളിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്യണമേ. എൻ്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. എൻ്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്.
യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നു. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. സകല സ്തുതിയും മഹത്വവും ആരാധനയും എപ്പോഴും അങ്ങയ്ക്ക് മാത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. അവിടുന്ന് നീതിയുടെ ദൈവമാണ്. അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിന്റെ മേൽ കരുണ വർഷിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നു. യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നു. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നിലേക്ക്